ശ്രീ അഡ്വക്കേറ്റ് സുനിൽകുമാർ, കഴിഞ്ഞ ദിവസമാണ് തിരുവല്ല കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത് ജാമ്യം നിഷേധിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വാർത്തയായി വലിയ പ്രാധാന്യത്തോടെ ഇന്ന് വന്നിട്ടുമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, അതായത് മൂന്നാമത്തെ അതിജീവിത പരാതിക്കാരിയുടെ അനുവാദത്തോടെ സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധം നടന്നത് എന്ന കാര്യമാണ്. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായും അതിനകത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ ഈ രാഹുൽ മാക്കൂട്ടത്തിനെ അവര് വിളിച്ചു വരുത്തിയതായിട്ടാണ് ഞാനും ഈ വാർത്തകളിൽ കൂടി അറിഞ്ഞത്. അപ്പൊ അത് ഹോട്ടലിൽ വിളിച്ച് ബുക്ക് ചെയ്തു, റൂം ബുക്ക് ചെയ്തിട്ട് ഇന്റർകോഴ്സ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അതിജീവിത എന്ന വാക്ക് തന്നെ അത് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ? തീർച്ചയായും അതിനകത്ത് ആ പറഞ്ഞ കാര്യങ്ങള് പ്രോസിക്യൂഷൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസെന്റഡ് സെക്സ് എന്ന ഇതിലേക്ക് വരാനാണ് സാധ്യത. അപ്പൊ അത് അങ്ങനെ ആകുമ്പോൾ ഒരു 376 പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമായി വരാന് പറ്റും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് തീർച്ചയായും ആ മജിസ്ട്രേറ്റ് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു സെഷൻസ് ഒഫൻസ് എന്ന രീതിയിലായതുകൊണ്ട് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കാതിരുന്നതാണ് എന്ന് വേണമെങ്കിൽ അത് പറയാം. പക്ഷെ ജഡ്ജ്മെന്റിൽ അങ്ങനെ ആ രീതിയിലല്ല കണ്ടത്. അത് ഒരു കൺസെന്റഡ് സെക്സ് ആണ് എന്ന് അല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ പരാതിക്കാരി തന്നെ റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് അതിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് വരുത്തിയ ഒരു ഇതായിട്ടാണ് പ്രോസിക്യൂഷന്റെ പ്രോസിക്യൂഷൻ പറഞ്ഞായി കാണുന്നത്. അപ്പൊ അതൊരിക്കലും അത് കൺസെന്റഡ് സെക്സ് ആയി വരാനേ സാധ്യതയുള്ളൂ. 376 പരിധിയിൽ വരാൻ സാധ്യത ഇല്ലാത്തതാണ് എന്റെ വിശ്വാസം. അപ്പൊ മറ്റൊരു ചോദ്യം, രാഹുലിന്റെ ജാമ്യം എന്നത് അത് പ്രതിയുടെ അവകാശമല്ലേ? എക്സെപ്ഷൻ അതിൽ ഇല്ലേ? അത് പൊതുവെ നോൺ ബെയിലബിൾ ഒഫൻസിൽ ആണെങ്കിൽ തന്നെയും ബെയിൽ എന്ന് പറയുന്നത്, ജാമ്യം എന്ന് പറയുന്നത് പ്രതിയുടെ ഒരു അവകാശം എന്ന രീതിയിലാണ്. നോൺ ബെയിലബിൾ ഒഫൻസിൽ ജാമ്യം കൊടുക്കണമെന്നല്ല പറയുന്നത്, എല്ലാ കേസിലും ജാമ്യം കൊടുക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ എപ്പോഴും ജാമ്യം എന്നുള്ളത് ഒരു പ്രതിയുടെ അവകാശവും ജയിൽ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷൻ ആണെന്ന് VR കൃഷ്ണയ്യരുടെ തന്നെ എത്രയോ വിധിന്യായങ്ങളിലൂടെ നേരത്തെ സെറ്റിൽഡ് ഒരു പ്രൊപ്പോസിഷൻ ആണ്. അപ്പൊ അത് കൂടി കണക്കിലെടുക്കുമ്പോൾ ആ കസ്റ്റഡി ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, നാടുവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എക്സെപ്ഷനായ ജയിൽ പരിഗണിക്കേണ്ടതുള്ളൂ. അല്ലാത്ത കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കണമെന്ന് തന്നെയാണ് VR കൃഷ്ണയ്യരുടെ ജഡ്ജ്മെന്റുകളിലൂടെ വ്യക്തമാകുന്നത്. അപ്പൊ ആ ഒരു ഇത് കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ റിമാൻഡിലാണ് രാഹുല്. അപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നീ പറഞ്ഞ 2 കേസുകളിൽ ഒന്നിൽ നോട്ട് ടു അറസ്റ്റും പിന്നെ അതേപോലെ ആന്റിസിപ്പേറ്ററി ബെയിലും ഉള്ള ഒരാളാണ്. അപ്പൊ അതിനെല്ലാം രാഹുൽ മാങ്കൂട്ടം ചില കണ്ടീഷൻസിന് പിന്നെ വിധേയമായിക്കൊണ്ട് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ കണ്ടീഷനെല്ലാം വയലേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ ഈ കേസിന്റെ തന്നെ കസ്റ്റഡി വാങ്ങിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റ് ബെയിൽ നിഷേധിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത വരുന്നില്ല. കാരണം ഓൾറെഡി 2 കേസുകളിൽ ഈ ആന്റിസിപ്പേറ്ററി ബെയിലും കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഈ പറഞ്ഞ ഇതിൽ ജയിലിലേക്ക് പോകേണ്ടതായ ഒരു എമർജൻസി കേസുകളൊന്നും അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ മറ്റൊരു ചോദ്യം സാറേ, ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഗൗരവം മാത്രമല്ലല്ലോ ജാമ്യം തള്ളാൻ മജിസ്ട്രേറ്റ് ചെയ്തത്. അതായത് മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് രാഹുലിന് ജാമ്യം നിഷേധിച്ചു. പക്ഷെ അത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം മാത്രം ആണെന്ന് പറയാൻ പറ്റുമോ? ഒരു മജിസ്ട്രേറ്റോ ഒരു സെഷൻസ് ജഡ്ജോ ജാമ്യം നൽകുന്ന സമയത്ത് അത് ആ കേസിന്റെ സീരിയസ്നെസ് ഓഫ് ഒഫൻസ് ഒരു പരിധിവരെ ഇതാകുമെങ്കിലും അത് ആ ഒരു സീരിയസ്നെസ് ഒഫൻസ് ആണ്, ഇത് സീരിയസ് ഒഫൻസ് ആണ് എന്ന ഒറ്റ കാരണം പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ജാമ്യം തള്ളാം, മെക്കാനിക്കലി തള്ളാം എന്നുള്ളത് ഒരു കീഴ്വഴക്കമായിട്ടേ എനിക്ക് തോന്നില്ല. അത് ഈ 2021 തന്നെ
കെ എ നജീബിന്റെ കേസിൽ, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് കെ എ നജീബ് എന്നുള്ള കേസിലെല്ലാം സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. സീരിയസ് ഒഫൻസ് പരിഗണിക്കുന്ന ഘടകം തന്നെയാണ്. പക്ഷെ ആ ഒരു സീരിയസ് ഒഫൻസ് ആണ്, അതുകൊണ്ട് ഇയാൾ കോൺസ്റ്റിറ്റ്യൂഷണലി പിന്നെ എന്താണ് പേഴ്സണൽ ലിബർട്ടി അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അർഹനല്ല എന്നുള്ള രീതിയിലേക്കൊന്നും ആർട്ടിക്കിൾ 21 ഓഫർ ചെയ്യുന്ന പറയുന്ന ഈ സ്വാതന്ത്ര്യത്തിനൊന്നും ഇയാൾ അർഹനല്ല എന്നുള്ള രീതിയിലേക്ക് എല്ലാ കേസുകളും റിമാൻഡ് ചെയ്യപ്പെടണം, ജയിലിലേക്ക് അയക്കണം എന്നൊന്നും ആണെന്ന് പ്രൊവിഷൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു ചോദ്യം ഇതാണ് സാറേ, അതായത് ഒരു കുറ്റകൃത്യം തന്നെ ആവർത്തിക്കുന്നു എന്ന് ഒക്കെ പറഞ്ഞ് ജാമ്യം നിഷേധിക്കാൻ പറ്റുമോ? കാരണം പറയുന്നത് ഒന്നാം അതിജീവിതയുടെ കേസിൽ പറഞ്ഞത് ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു. അതുപോലെ വിവാഹ വാഗ്ദാനം, ഗർഭചിത്രം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അത് മറ്റേ അതിജീവിതയിൽ ജാമ്യം രാഹുലിന് അനുവദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥ എന്നാണ് രണ്ടാം അതിജീവിതയുടെ കേസിലുണ്ടായത്. ആദ്യ അതിജീവിതയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകിയെന്നും അത് വ്യാജമായിരുന്നെന്നും അത്തരത്തിലുള്ള ചില ഒരു വാദങ്ങളൊക്കെ ഉയർന്നു. അപ്പോൾ രണ്ടാം അതിജീവിതയുടെ വിഷയത്തിൽ പറയുമ്പോൾ ഒരു വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥ എന്നാണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ അതിജീവിതയുടെ കേസിലാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ അയക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തത്. അപ്പോൾ ഒരു കുറ്റകൃത്യം തന്നെ ആവർത്തിക്കുന്നു എന്നതുകൊണ്ട് ജാമ്യം നിഷേധിക്കാൻ പറ്റുമോ? ആ ഒരു കുറ്റകൃത്യം ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള രീതിയിലേക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. പക്ഷെ അതൊന്നും ഈ ഒരു ബെയിലിന്റെ കാര്യത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരാൾക്ക് ഒരു വേറെ ഇത് സിമിലർ ഒഫൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ജാമ്യം ഈ കൊടുക്കാൻ പാടില്ല എന്നൊന്നുമല്ല. അത് പ്രയർ ഒഫൻസസ് ഒരു ഘടകം ആയിരിക്കാം. പക്ഷെ അത് 2012 മൗലാന മുഹമ്മദ് ആമിർ റഷാദി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി എന്ന കേസിലെ വിധി നോക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ ആന്റിസിഡൻസ് കൊണ്ട് മാത്രം ഒരാളെ പിന്നെ ജയിലിലേക്ക് അയക്കാൻ പറ്റില്ല. അതൊരു ഘടകം തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ ഒരു കുറച്ച് കേസുകൾ ഉണ്ട് എന്നുകൊണ്ട് മാത്രം ഒരാള് ബെയിലിന് അർഹനല്ലാതെ വരുന്നില്ല. ഒരു ഘടകം തന്നെയാണ് അത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം, ഈ അതിജീവിതയുടെ പരാതിയിലെ കാലതാമസം, നമുക്കറിയാമല്ലോ കാലതാമസം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലെ കാലതാമസം ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുലിന് അനുകൂലമായി, പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ രാഹുലിന് അനുകൂലികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതിജീവിതയുടെ കാലതാമസം. ഈ കാലതാമസം കൂടി കണക്കിലെടുക്കേണ്ടതല്ലേ കോടതി പരാതി? തീർച്ചയായും. കാരണം ഒരു ഇതുപോലുള്ള അവരുടെ ഭാഗത്ത് അതിജീവിതയുടെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സാധാരണയായി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർ ഈ ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് ഫർദർ ഡിലേ സാധാരണ അവർ കംപ്ലൈന്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ അതിലുണ്ടാകുന്ന ഈ വലിയ കാലതാമസം ഒരു ആഫ്റ്റർ തോട്ടാണ് എന്ന് ഏത് കോടതിയും കണക്കിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പിന്നീട് ആലോചിച്ച് ഈ കേസ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ആരുടെയെങ്കിലും തീരുമാനത്തിന്റെ പുറത്തും ആകാം ഇങ്ങനെ ഒരു പരാതി പിന്നീട് കൊടുക്കുന്നതിന്റെ ബേസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഡിലേ പിന്നെ ഇതുപോലത്തെ കേസുകളിൽ ഫാറ്റൽ തന്നെയാണ്. അതായത് പ്രോസിക്യൂഷന് ഫാറ്റൽ തന്നെയാണ്. അപ്പൊ അത് കാലതാമസം അതും ബെയിലുള്ള സമയങ്ങളിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഘടകം തന്നെ. കാരണം ബെയിൽ കൊടുക്കണ്ടയോ എന്ന് ഒരു ജഡ്ജ് തീരുമാനിക്കുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഒരു മിനി ട്രയൽ ഒന്നും നടത്താനുള്ള റെക്കോർഡ്സ് ഒന്നും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വരുന്നില്ല. പിന്നെ മജിസ്ട്രേറ്റിന് സെഷൻസ് ഒഫൻസ് ആയതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ സാധാരണ രീതിയിൽ പറ്റില്ല എന്നുള്ളത് ഒരു കാരണം തന്നെയാണ്. അതിനേക്കാൾ ഉപരി മറ്റു കാരണങ്ങൾ നോക്കുമ്പോൾ അത് പിന്നെ ഒരു ഡിലേ ഒരു ഫാറ്റലായ ഘടകം തന്നെയാണ്. സാറേ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് മൂന്നാമത്തെ അതിജീവിതയുടെ പരാതിയിലെ കാലതാമസം പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കേസിൽ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് നമ്മൾ തിരുവല്ല കോടതി ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ അതിജീവിതയുടെ പരാതിയിലെ കാലതാമസം കൂടി കണക്കിലാക്കേണ്ടതല്ലേ? കാരണം വളരെ നീണ്ട സമയത്തിന് ശേഷമാണ് അതിജീവിത പരാതിയുമായി മുന്നോട്ട് പോയത്. അതിജീവിതയുടെ പരാതി വന്ന് വൈകാതെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്തു പിന്നെ റിമാൻഡിലാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഇതിന്റെ ചോദ്യം ഇതാണ്, അതിജീവിതയുടെ പരാതിയിലെ കാലതാമസം കൂടി കണക്കിലെടുക്കേണ്ടതല്ലേ? തീർച്ചയായും അത് കൂടി കണക്കിലെടുക്കേണ്ടതാണ്. കാരണം ഒരു ആക്ച്വൽ ഇൻസിഡന്റ് ഇപ്പൊ ക്രിമിനൽ കേസിന്റെ ഒരു ബേസ് തന്നെയാണ്
ഈ ഡിലേ ഈസ് ഫാറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരാതി എന്ത് തന്നെ ആയ പരാതി ആയാലും അത് നമ്മളെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒന്നുകിൽ ആ ദിവസം അല്ല അടുത്ത ദിവസം പരാതി കൊടുക്കുന്ന ഒരു ഇതാണ് ഉണ്ടാവുക, യഥാർത്ഥത്തിൽ ഇത് നടന്ന സംഭവമാണെങ്കിൽ. അപ്പൊ അതിന് കൊടുക്കാതെ പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുടെ വെറാസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത്രയും ഡിലേ വരുമ്പോൾ അതുകൂടി മജിസ്ട്രേറ്റ് അല്ലെ ജഡ്ജ് പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഡിലേക്ക് ശേഷം കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അത് ഈ ഒരു ഫാറ്റലാണ് പ്രോസിക്യൂഷൻ. അപ്പൊ അത് കേസ് യഥാർത്ഥമല്ല, അല്ലെങ്കിൽ ആഫ്റ്റർ തോട്ടാണ്, പിന്നീട് ആരുടെയല്ലോ സംസാരിച്ചതിന് ശേഷം കേസ് കൊടുക്കണമെന്ന് തോന്നുന്നതിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തതാണ് ആകാം. ആ രീതിയിലാണ് കോടതികൾ പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ മാത്രം എന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. അതാണ് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ സംവിധാനത്തെ, ജുഡീഷ്യറിയെ കബളിപ്പിച്ച് നാട് വിട്ടെങ്കിലല്ലേ, നാട് വിട്ടാൽ മാത്രമല്ലേ ജാമ്യം നിഷേധിക്കേണ്ടത്? പ്രതി സാധാരണ ഒന്നുകിൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജുഡീഷ്യറി എല്ലാം ഇതാക്കി പിന്നെ എബ്സ്കോണ്ട് ചെയ്യും, ജാമ്യം എടുത്ത എബ്സ്കോണ്ട് ചെയ്യും എന്നുള്ള അതുപോലെയുള്ള കാര്യങ്ങളിലാണ് ഒരുപാട് ഘടകങ്ങളുണ്ട്. അങ്ങനത്തെ ഘടകങ്ങളിലാണ് സാധാരണ ജാമ്യം നിഷേധിക്കുക. പക്ഷെ ഈ പർട്ടിക്കുലർ കേസിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി കോടതി കണക്കിലെടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി രണ്ട് കേസിൽ, ഒരു കേസിൽ നോട്ട് ടു അറസ്റ്റും ഒരു കേസിൽ ആന്റിസിപ്പേറ്ററി ബെയിലിൽ കണ്ടീഷൻ കംപ്ലൈ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു വയലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ ആ മറ്റു രണ്ട് കേസുകളിലും ജാമ്യം ക്യാൻസൽ ആകും എന്ന് മനസ്സിലാവും അല്ലോ, അയാൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഈ കേസിലെ ഒരു കണ്ടീഷനും വയലേറ്റ് ചെയ്ത് അബ്സ്കോണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ കസ്റ്റഡി ജയിലിലേക്ക് അയക്കണം എന്നുള്ളത് ഒരു ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ ഇത്. കാരണം അയാൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന അനുമാനത്തിൽ കോടതിക്ക് നീങ്ങാവുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സാർ, എന്റെ ചോദ്യം ഇതാണ്. നമുക്കറിയാം, ആദ്യ അതിജീവിതയിലെ മറ്റേ പരാതിയൊക്കെ വന്ന സമയത്ത് അത് ഭയങ്കര വാർത്താ മാധ്യമങ്ങൾ, അത് ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ വന്നത്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ രാഹുലിന്റെ വോയിസ് ചാറ്റുകളും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളൊക്കെ പുറത്തു വന്നു. തുടർന്ന് പിന്നെ പുറത്തു വന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തുന്നതായ റിപ്പോർട്ടുകൾ വന്നപ്പോൾ രാഹുൽ മുങ്ങുന്ന കാഴ്ച, ഒരു പെട്ടെന്ന് പാലക്കാടുണ്ടായിരുന്ന രാഹുൽ പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നെ വാർത്തകൾ പറയുന്നു കോയമ്പത്തൂരുണ്ട്, അതുപോലെ തന്നെ പിന്നെ പറയുന്നു ബാംഗ്ലൂരാണ്, പിന്നെ മൈസൂരാണ്, അങ്ങനെ പല ഭാഗത്തു നിന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനിയും വരാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ട്, പ്രത്യേകിച്ച് അതിജീവിതന്മാർക്കെതിരെ രാഹുൽ പുറത്തിറങ്ങിയാൽ ഭീഷണി, അതുപോലെ തന്നെ അവരെ പകപോക്കൽ തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുയായികളൊക്കെ ചെയ്യാനൊക്കെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? അത് കോടതി ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോൾ അതൊക്കെ പരിഗണിക്കാൻ സാധ്യതയില്ലേ എത്രത്തോളം? അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പരിഗണിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, ഒരാൾ ഒരു എബ്സ്കോണ്ട് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കില്ല എന്നതാണ് വസ്തുത. പക്ഷെ അത് ഈ പറഞ്ഞ ഇയാൾ മാറി നിൽക്കുന്നതും അബ്സ്കോണ്ടിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാള് അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത് അയാളെ പിടിവിട്ടാൻ യാതൊരു വഴിയില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അയാൾ അബ്സ്കോണ്ടിങ് എന്ന് പറയുന്നത് ക്രിമിനൽ ലോയിൽ. അതേസമയം അയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് വരുന്നു, അറസ്റ്റ് അപ്രഹെൻഡ് ചെയ്യുന്നു, അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന സാഹചര്യങ്ങളിൽ അയാൾ പോലീസിൽ നിന്നും മാറി നിൽക്കുന്നത് ആബ്സ്കോണ്ടിങ്ങിന്റെ പരിധിയിൽ വരില്ല. പ്രത്യേകിച്ച് അയാൾ ഒരു വക്കീലിനെ വെച്ച് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ, ബെയിൽ ആപ്ലിക്കേഷൻ, ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ എവിടെയെങ്കിലും ഇന്ത്യയിലെ എവിടെയും കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ വാലിഡ് ആയിട്ട് കോടതിയിൽ ഹാജരാവാൻ റെഡിയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി വക്കീൽ കോടതിയിൽ ഹാജരാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ കോടതി പറയാണ് നിങ്ങൾ ഇയാളെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വക്കീൽ ആ സ്പോട്ടിൽ അയാൾ ഹാജരാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഒരു അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് എന്നുള്ള പരിധിയിൽ വരില്ല ഈ പറഞ്ഞ കേസുകളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ പോലീസിനെ പൊളിച്ച് നിൽക്കുന്നുണ്ടാവാം, പക്ഷെ അത് അയാൾ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് ഒരു ഇന്ത്യൻ സിറ്റിസണും ചെയ്യാവുന്നതാണ്. ബെയിൽ ആപ്ലിക്കേഷൻ, ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കാം, അത് പൊതുവെ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ ഒരു അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് ആയി മാറുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് ആകാത്തത് കൊണ്ട് തന്നെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ബെയില് കൊടുക്കാതിരിക്കാനും പറ്റുന്നതല്ല.
അപ്പൊ അതിന് അബ്സ്കോണ്ടിങ് അക്യൂസ്ഡ് ആയി വരില്ല അത്.